ഹായ് ഫ്രണ്ട്സ്, NSN ജോബുകളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ കുടുംബശ്രീയുടെ 2 വിജ്ഞാപനങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ആ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് സഹായിക്കുക. നമുക്ക് വിജ്ഞാപനത്തിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കാം. സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ കുടുംബശ്രീ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിൽ സർവീസ് പ്രൊവൈഡർ സേവനദാതാവ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിലുള്ള ഒഴിവുകളിലേക്ക് യോഗ്യരായ കുടുംബശ്രീ അംഗങ്ങളോ കുടുംബാംഗങ്ങളോ ആയ വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. തസ്തിക സർവീസ് പ്രൊവൈഡർ സേവനദാതാവ്. ഒഴിവ് 4 എണ്ണം. ഇടുക്കി, കാസർഗോഡ്, കണ്ണൂർ, കൊല്ലം ജില്ലകളിൽ ഓരോ ഒഴിവ്. നിയമന രീതി കരാർ നിയമനം. കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ 31/3/2026 വരെ ആയിരിക്കും കരാർ കാലാവധി. പ്രവർത്തന മികവ് പരിശോധിച്ച് കരാർ ദീർഘിപ്പിക്കുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം. പ്രായപരിധി 31/1/2025 40 വയസ്സ് കൂടാൻ പാടുള്ളതല്ല. മുകളിൽ വിവരിച്ച യോഗ്യതയും പ്രവൃത്തി പരിചയവുമുള്ള നിലവിൽ കുടുംബശ്രീയുടെ കമ്മ്യൂണിറ്റി കൗൺസിലായി പ്രവർത്തിക്കുന്ന 50 വയസ്സിന് താഴെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പ്രവൃത്തി പരിചയം. മുൻപരിചയം നിർബന്ധമല്ല, എന്നാൽ 2 വർഷം പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. കുടുംബശ്രീ അംഗങ്ങളോ കുടുംബാംഗങ്ങളോ ആയിരിക്കണം അപേക്ഷകർ. വേതനം 20,000 രൂപയാണ് പ്രതിമാസം. ജോലി സ്വഭാവം. കുടുംബശ്രീ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കുകളിൽ എത്തുന്നവർക്ക് അന്തേവാസികൾക്കും ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കൽ. 2. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫീൽഡ് തലത്തിലുള്ള സേവനങ്ങൾ ലഭ്യമാക്കൽ. സ്ത്രീ പദവി സ്വയം പഠന പ്രക്രിയയുടെ ഭാഗമായി കണ്ടെത്തുന്ന നിരാലംബരായ വനിതകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കൽ. 4. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജെൻഡർ റിസോഴ്സ് സെന്ററുകളിൽ വിവിധ ആവശ്യങ്ങളായി എത്തുന്നവർക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കൽ. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി. അപേക്ഷിക്കേണ്ട എങ്ങനെയാണെന്ന് നോക്കാം. അപേക്ഷ നിശ്ചിത ഫോർമാറ്റിൽ സമർപ്പിക്കേണ്ടതാണ്. 2. നിയമന സംബന്ധിച്ച നടപടികൾ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് CMD മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. 3. അപേക്ഷകർ 500 രൂപ പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടതാണ്. നിയമന പ്രക്രിയ. നിയമിക്കുന്ന രീതിയാണ് പറയുന്നത്. സമർപ്പിക്കപ്പെട്ട ബയോഡേറ്റയും പ്രവൃത്തി പരിചയവും വിശദമായി പരിശോധിച്ച് സ്കാനിംഗ് നടത്തി യോഗ്യമായ അപേക്ഷകൾ മാത്രം തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അധികാരം CMDക്കുണ്ടായിരിക്കും. ഉദ്യോഗാർത്ഥികളുടെ ബയോഡേറ്റ സ്കാനിംഗ് നടത്തി യോഗ്യതയും പ്രവൃത്തി പരിചയവും പരിഗണിച്ച് യോഗ്യരായവർക്ക് എഴുത്തു പരീക്ഷ, ഇന്റർവ്യൂ എന്നിവ നടത്തി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനുള്ള പൂർണ്ണമായ ചുമതല CMDക്കാണ്. അപേക്ഷകർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഇനി അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് ഏതാണെന്ന് നോക്കാം. www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 4/3/2025 വൈകുന്നേരം 5 മണി വരെയാണ്. മറ്റു ചില നിബന്ധനകളുണ്ട്, അതുകൂടെ പറയാം. അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷനിലോ സംസ്ഥാന മിഷനിലോ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. കൂടാതെ ഓൺലൈൻ അല്ലാതെ ലഭിക്കുന്ന അപേക്ഷകളും യഥാസമയം ലഭിക്കാത്ത അപേക്ഷകളും അംഗീകരിച്ച യോഗ്യത ഇല്ലാത്തതുമായ അപേക്ഷകളും പരിഗണിക്കുന്നതല്ല. പരീക്ഷാ ഫീസും സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പ്രവൃത്തി പരിചയം സർട്ടിഫിക്കറ്റുകളും അപേക്ഷയോടൊപ്പം ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമന ശുപാർശ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ യഥാസമയം ജോലിയിൽ പ്രവേശിക്കാത്ത പക്ഷം ഈ നിയമനം റദ്ദാക്കുന്നതും ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതുമാണ്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 1 വർഷമായിരിക്കും. ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടായേക്കാം. നിയമനം ലഭിച്ചവർ സംസ്ഥാനത്തിലെ ഏത് ജില്ലയിലും പ്രവർത്തിക്കാൻ സന്നദ്ധരായിരിക്കണം. കൂടാതെ നിയമനം ലഭിക്കുന്ന ജില്ലയിൽ കരാർ കാലാവധി അവസാനിക്കുന്നതുവരെ സേവനമനുഷ്ഠിക്കേണ്ടതുമാണ്. അടുത്ത ഒഴിവ് സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ കുടുംബശ്രീ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കുകളിൽ കൗൺസിലർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിലുള്ള ഒഴിവുകളിലേക്കാണ് യോഗ്യരായ വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നത്. തസ്തിക കൗൺസിലർ. ഒഴിവ് ആകെ 2 എണ്ണം. കൊല്ലം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും. നിയമന രീതി കരാർ നിയമനം. കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ ആ സാമ്പത്തിക വർഷം അവസാനം വരെ ആയിരിക്കും കരാർ കാലാവധി. പ്രവർത്തന മികവ് പരിശോധിച്ച് കരാർ ദീർഘിപ്പിക്കുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത MSc സൈക്കോളജി അല്ലെങ്കിൽ MSW അല്ലെങ്കിൽ കൗൺസിലിംഗിൽ ബിരുദാനന്തര ബിരുദം. പ്രായപരിധി 31/1/2025 40 വയസ്സിൽ കൂടാൻ പാടുള്ളതല്ല.
മേൽ വിവരിച്ച യോഗ്യതയും പ്രവൃത്തി പരിചയവുമുള്ള നിലവിൽ കുടുംബശ്രീയുടെ കമ്മ്യൂണിറ്റി കൗൺസിലിൽ പ്രവർത്തിക്കുന്ന 50 വയസ്സിൽ താഴെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് പ്രവൃത്തി പരിചയം. സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മികച്ച സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ കൗൺസിലറായുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധം. വേതനം അതായത് ശമ്പളം 30,000 രൂപയാണ് പ്രതിമാസം. ജോലിയുടെ സ്വഭാവം. കുടുംബശ്രീ സ്നേഹിത ജനറൽ ഹെൽപ്പ് ഡെസ്കിൽ എത്തുന്നവർക്കും അന്തേവാസികൾക്കും ഉള്ള കൗൺസിലിംഗ് നൽകൽ. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫീൽഡ് തലത്തിലും ആവശ്യമുള്ളവർക്കായി കൗൺസിലിംഗ് നടത്തണം. സ്ത്രീ പദവി സ്വയം പഠന പ്രക്രിയയുടെ ഭാഗമായി കണ്ടെത്തുന്ന നിലാരംഭരായ വനിതകൾക്കും കുട്ടികൾക്കുമുള്ള കൗൺസിലിംഗ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ജെൻഡർ റിസോഴ്സ് സെന്ററുകളിൽ കൗൺസിലിംഗിനായി എത്തുന്നവർക്ക് ആവശ്യമായ ഉപദേശം നൽകുക. സ്നേഹിതരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഫീൽഡ് പ്രവർത്തനവും ഏകോപനവും കുടുംബശ്രീ ജില്ലാ മിഷന്റെ നിർദ്ദേശമനുസരണമുള്ള മറ്റു പ്രവർത്തനങ്ങളും. അടുത്തത് അപേക്ഷ നൽകേണ്ട രീതി. അപേക്ഷ നിശ്ചിത ഫോർമാറ്റിൽ സമർപ്പിക്കേണ്ടതാണ്. നിയമനം സംബന്ധിച്ച നടപടികൾ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് CMD മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. അപേക്ഷകർ 500 രൂപ ഫീസായി നൽകേണ്ടതാണ്. അതായത് പരീക്ഷാ ഫീസായിട്ട് 500 രൂപ നൽകണം. നിയമന പ്രക്രിയ. സമർപ്പിക്കപ്പെട്ട ബയോഡേറ്റകളും പ്രവൃത്തി പരിചയവും വിശദമായി പരിശോധിച്ച് സ്കാനിംഗ് നടത്തി യോഗ്യമായ അപേക്ഷകൾ മാത്രം തെരഞ്ഞെടുക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം CMDക്ക് ഉണ്ടായിരിക്കും. ഉദ്യോഗാർത്ഥികളെ ബയോഡേറ്റ സ്കാനിംഗ് നടത്തി യോഗ്യതയും പ്രവൃത്തി പരിചയവും പരിഗണിച്ച് യോഗ്യതയായവർക്ക് എഴുത്ത് പരീക്ഷ, ഇന്റർവ്യൂ എന്നിവ നടത്തി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനുള്ള പൂർണ്ണ ചുമതലയും CMDക്കാണ്. ഇനി അപേക്ഷ സമർപ്പിക്കേണ്ട രീതിയാണ്. അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 4/3/2025 വൈകുന്നേരം 5 മണി വരെയാണ്. മറ്റ് നിബന്ധനകൾ. അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷനിലോ സംസ്ഥാന മിഷനിലോ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. കൂടാതെ ഓൺലൈൻ അല്ലാതെ ലഭിക്കുന്ന അപേക്ഷകളും യഥാസമയം ലഭിക്കാത്ത അപേക്ഷകളും അംഗീകരിച്ച യോഗ്യതയിൽ ഇല്ലാത്തതുമായ അപേക്ഷകളും പരിഗണിക്കുന്നതല്ല. പരീക്ഷാ ഫീസും സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമന ശുപാർശ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ യഥാസമയം ജോലിയിൽ പ്രവേശിക്കാത്ത പക്ഷം ഈ നിയമനം റദ്ദാക്കുന്നതും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതുമാണ്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 1 വർഷമായിരിക്കും. ഒഴിവുകളുടെ എണ്ണത്തിന്റെ മാറ്റം ഉണ്ടായേക്കാം. നിയമനം ലഭിക്കുന്നവർ സംസ്ഥാനത്തിലെ ഏത് ജില്ലയിലും പ്രവർത്തിക്കാൻ സന്നദ്ധരായിരിക്കണം. കൂടാതെ നിയമനം ലഭിക്കുന്ന ജില്ലയിൽ കരാർ കാലാവധി അവസാനിക്കുന്നതുവരെ സേവനമനുഷ്ഠിക്കേണ്ടതുമാണ്. ഈ തസ്തികയിലേക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രവൃത്തി പരിചയം അപേക്ഷ സമർപ്പിക്കാനുള്ള നിബന്ധന മാത്രമാണ്. തസ്തികയിൽ നിയമനം ലഭിച്ചാൽ പ്രസ്തുത പ്രവൃത്തി പരിചയം ഈ തസ്തികയുടെ വേതന വർധനവിനോ മറ്റ് ആനുകൂല്യങ്ങൾക്കോ പരിഗണിക്കുന്നതല്ല. അപ്പോൾ ഇത് അപേക്ഷിക്കേണ്ടത് www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 4/3/2025 വൈകുന്നേരം 5 മണി വരെയാണ്. ഈ 2 നോട്ടിഫിക്കേഷനിലെയും അവസരങ്ങൾ വനിതകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. കൃത്യമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കി അപേക്ഷ ഫോം കൃത്യമായി പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്യേണ്ട എല്ലാ രേഖകളും കൃത്യമായി അപ്ലോഡ് ചെയ്ത് അപേക്ഷിക്കുക. എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.